രാജാറാം മോഹൻ റോയ് 1772 പശ്ചിമ ബംഗാളിലെ രാധാനഗറിൽ ജനിച്ചു. 1772 പശ്ചിമ ബംഗാളിലെ രാധാനഗറിൽ ജനിച്ചു. ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നു. ഇന്ത്യൻ ദേശീയ പത്രപ്രവർത്തനത്തിൻ്റെ സ്ഥാപകനാണ്. ഇന്ത്യൻ ആധുനിക വിദ്യാഭ്യാസത്തിൻ്റെ ആദ്യ പ്രവാചകൻ എന്നറിയപ്പെടുന്നു. ഇംഗ്ലണ്ട് സന്ദർശിച്ച ആദ്യ ഇന്ത്യക്കാരനാണ്. ഇന്ത്യൻ മത പുനരുദ്ധാരണത്തിൻ്റെ അപ്പോസ്തലൻ എന്നറിയപ്പെടുന്നു. ഇങ്ങനെ വിളിച്ചത് സുഭാഷ് ചന്ദ്രബോസാണ്. മുഗൾ ഭരണാധികാരി അക്ബർ ഷാ ആണ് രാജ എന്ന ബഹുമതി അദ്ദേഹത്തിന് രാജ എന്ന ബഹുമതി നൽകിയത്. 1817 ഡേവിഡ് ഹാരയുമായി ചേർന്ന് കൽക്കത്തയിൽ ഹിന്ദു കോളേജ് സ്ഥാപിച്ചു. 1825 വേദാന്ത കോളേജ് സ്ഥാപിച്ചു. 1830 ഇന്ത്യയിലെ ആദ്യ മിഷണറി സ്കൂൾ സ്ഥാപിച്ചു. 1821 ബംഗാളി ഭാഷയിൽ സംവാദ് കൗമുദി എന്ന പത്രം ആരംഭിച്ചു. 1822 പേർഷ്യൻ ഭാഷയിൽ മിറാത്ത് ഉൽ അക്ബർ എന്ന പത്രം സ്ഥാപിച്ചു. 1829 ബംഗദൂത് എന്ന പ്രസിദ്ധീകരണം തുടങ്ങി. 1829 ഡിസംബർ 4 രാജാറാം മോഹൻ റോയുടെ ശ്രമഫലമായി വില്യം ബെൻഡിക് സതി നിർത്തലാക്കി. 1829 ഡിസംബർ 4 രാജാറാം മോഹൻ റോയുടെ ശ്രമഫലമായി വില്യം ബെൻഡിക് സതി നിർത്തലാക്കി. ജാതി വ്യവസ്ഥയെ എതിർക്കുന്ന വജ്രസൂചി എന്ന നാടകം ബംഗാളി ഭാഷയിൽ തർജ്ജമ ചെയ്തു. 1833 അദ്ദേഹം അന്തരിച്ചു. 1833 അദ്ദേഹം അന്തരിച്ചത്. അദ്ദേഹത്തിൻ്റെ അന്ത്യവിശ്രമ സ്ഥലം ഇംഗ്ലണ്ടിലെ ബ്രിസ്റ്റോളിലെ അർണോസ് വാലെ ശ്മശാനമാണ്. പ്രധാന കൃതികൾ തുഹ്ഫത്ത് ഉൽ മുവാഹിദീൻ, ഏകദൈവ വിശ്വാസികൾക്ക് ഒരു ഉപഹാരം, ജീസസിൻ്റെ കൽപ്പനകൾ, വേദാന്ത ഗ്രന്ഥം. ഭഗവത്ഗീത ബംഗാളി ഭാഷയിൽ തർജ്ജമ ചെയ്തത് രാജാറാം മോഹൻ റോയ് ആണ്. അദ്ദേഹത്തിൻ്റെ ജീവചരിത്രകാരൻ മേരി കാർപ്പൻ്റർ ആണ്.